ക്ലാസ് ആണ്. ISMന്റെ മുന്നേ ക്ലാസ് ഇട്ടിരുന്നു കേട്ടോ. കുറേ ലോങ് ആയിട്ടുള്ള ക്ലാസ് ആണ്. 3 ക്ലാസ് ഇട്ടിരുന്നു. നല്ല പോലെ വ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറെ കുട്ടികളായി പറയുന്നു ചെറിയതായിട്ട് ഷോർട്ടായിട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഷോർട്ടായി എന്ന് പറയുന്നത് കുറച്ചായിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. നല്ല ക്ലാസ് ആണ്. ഓക്കെ, എത്ര പഠിച്ചാലും കുട്ടികൾക്ക് കുറെ ഡൗട്ട്സ് ഉണ്ട് മലയാളത്തില്. അതുകൊണ്ട് തന്നെ ടഫായിട്ടുള്ള ഓരോ വേർഡുകളാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, വേർഡ് മീൻസ് എന്താണ്? വാക്കുകൾ കേട്ടോ. ഓരോ വാക്കുകളായിട്ടാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. 5 എണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല ടഫായിട്ടുള്ളത് തന്നെയാണ് ഇന്നത്തെ ക്ലാസ് ഇടുന്നത്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ഒരു 60% സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. കുറേ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തില്ല. ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ക്ലാസ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കൂടി സപ്പോർട്ട് വേണം എനിക്ക്. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ന്റെ എന്നുള്ള അക്ഷരം. കുറെ കുട്ടികൾക്ക് ഈ വേർഡ് അറിയില്ല. ഈ വേർഡ് എന്ന് വെച്ചാൽ ഇത് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോന്നും പഠിക്കുമ്പോൾ സ്പീഡായിട്ട് ചെയ്യണമെങ്കിൽ ഓരോ വേർഡുകളും ഓരോ സ്പെല്ലിങ്ങുകളും നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, നമ്മൾ ഒരുപാട് വേർഡുകൾ പെട്ടെന്ന് വേർഡുകൾ ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ ഇന്ത്യ എന്നുള്ള അക്ഷരം അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഞാൻ എടുക്കാൻ പോകുന്ന വേർഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എങ്ങനെയാണ് ചെയ്യുക, അതുപോലെ തന്നെ ണ്ട. ഓക്കെ, ണ്ട. നെക്സ്റ്റ് വരുന്നത് ഗായാണ്. ഇതൊക്കെ കുട്ടികൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇതുപോലെ ഞാനൊരു ക്ലാസ് എടുക്കാൻ തോന്നിയത്. അപ്പോൾ കുറെ കുട്ടികൾ പറഞ്ഞു ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇടണമെന്ന്. അതുകൊണ്ടാണ് ഷ, അതുപോലെ തന്നെ ജ, ഋ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. നല്ല രീതിയിൽ തന്നെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കേട്ടോ. ഇനി തുടർന്നുള്ള ക്ലാസ്സുകൾ ഇതുപോലത്തെ ക്ലാസ്സുകൾ ഉണ്ടാവും. കുറെ പേർക്ക് മലയാളം കുറെ പേർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ മലയാളം ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ജോലിക്കാർക്കും എല്ലാ സ്ഥലത്തും മലയാളം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ മലയാളം മംഗ്ലീഷ് അടിക്കാതെ തന്നെ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. ISM ഏതാണ്? ഇൻസ്ക്രിപ്റ്റ്. ക്ലിയർ? എന്റെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 9633655795. ഇനി പറയാനുള്ളത് KGTയുടെ പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾ, ISM ഇൻസ്ക്രിപ്റ്റ് അല്ലെ, ആ കുട്ടികൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരിക്കും ഈ ക്ലാസ്സുകൾ. തുടർന്നുള്ള ക്ലാസ്സുകൾ എല്ലാവരും നിർബന്ധമായിട്ടും ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് KGTയുടെ എക്സാം വരുന്നുണ്ട്. എല്ലാവരോടും പറയുകയാണ് നല്ല പോലെ സ്പീഡ് നല്ല പോലെ ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഞാൻ. അപ്പോൾ എക്സാമിന് നോട്ടിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞു അല്ലേ? എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്, എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ട്, എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവരോടും പറയുകയാണ് സ്പീഡ് ഭയങ്കരമായിട്ട് നിങ്ങൾ സ്പീഡ് നല്ല പോലെ ചെയ്ത് നോക്കണം. സെക്കൻഡ് പേപ്പർ എല്ലാം കൂടുതലായിട്ട് സെക്കൻഡ് പേപ്പർ പഠിക്കണം. എന്നാൽ സ്പീഡിന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. മലയാളം പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു ക്ലാസ്, ഇപ്പോൾ വരുന്ന ക്ലാസ്സുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ക്ലാസ്സുകളാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് ISMന്റെ ക്ലാസ് ആണ്. 5 വാക്കുകളോട് കൂടിയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. കുറേ ക്ലാസ് ഞാൻ ഇട്ടിരുന്നു ലോങ് ആയിട്ടുള്ളത്. ഇപ്പൊ ഇനി ഷോർട്ട് ആയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ISMന്റെ സോഫ്റ്റ്വെയർ ഓൺ ആക്കിയത് അതറിയാലോ എല്ലാവർക്കും. ഡബിൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ഇവിടെ ISM അല്ലെ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് സ്ക്രിപ്റ്റിൽ മലയാളം, സെറ്റിംഗ്സിൽ ഹൈഫണേഷൻ, കീബോർഡ് ഈ സ്ക്രിപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് മിനിമൈസ് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? വേർഡ് എടുക്കുക. വേർഡ് ഞാൻ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 അക്ഷരമായിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് പഠിക്കണം. ഗ എന്നുള്ള അക്ഷരം അടിക്കുമ്പോൾ ഷിഫ്റ്റ് U അടിക്കുമ്പോൾ എന്ത് വരും? ങ വരും അല്ലെ. ഇനി ചന്ദ്രകല കൊടുക്കുമ്പോൾ D ആണ് വരുന്നത് അല്ലെ. D ചന്ദ്രകല എന്ന് പറഞ്ഞടിക്കണം. നെക്സ്റ്റ് K കൊടുക്കുമ്പോഴാണ് എന്ത് വരുന്നത്? ഗ എന്നുള്ള അക്ഷരം വരുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഷിഫ്റ്റ് U ങ, ചന്ദ്രകല K. ഓക്കെ, അപ്പോൾ ഗ. അടുത്തതായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഞാൻ എന്നുള്ള അക്ഷരമാണ് വേണ്ടത് അല്ലെ. അപ്പൊ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ക്ലോസ് ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഗണത്തിന്റെ ഒരു ഇതുപോലെ ഉണ്ട്. എന്ററിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും കേട്ടോ.
ആ ഷിഫ്റ്റ് ഈ ഒരു ക്ലോസ് ബ്രാക്കറ്റ് ഇട്ടാൽ ഞാ വരും അല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം ഡി ചന്ദ്രക്കല. ഡി ചന്ദ്രക്കല എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. ചന്ദ്രക്കല. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? സെമിക്കോളം കൊടുക്കണം. അതാണ് സെമിക്കോളം. അപ്പോഴാണ് എന്ത് വരുന്നത്? ജ എന്നുള്ള അക്ഷരം വരുന്നത്. ഷിഫ്റ്റ് ക്ലോസ് ബ്രാക്കറ്റ് ഞ, ചന്ദ്രക്കല ച. ഓക്കെ, ചായ്ക്ക് എന്താണ്? സെമിക്കോളം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഡ. ഡാക്ക് എന്താണ്? ഷിഫ്റ്റ് സി അടിക്കുമ്പോൾ ണ വരും. ചന്ദ്രക്കലയ്ക്ക് ഡി കൊടുക്കുക. പിന്നെ ഡ. ഡ എന്ന് പറഞ്ഞ എന്താ? ഡ എന്ന് പറഞ്ഞ അക്ഷരം ഏതാ വരുന്നത്? നമ്മൾ കോമ ഇടല്ലേ? കോമ എന്ന് വെച്ചാൽ കൊട്ടേഷൻ. കോമ സോറി, കൊട്ടേഷൻ, ഡബിൾ കൊട്ടേഷൻ വരുന്നത് അല്ലേ. അപ്പോൾ എൽ കഴിഞ്ഞിട്ട് എൽ എന്നുള്ള സ്പെല്ലിംഗ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ ആയിരിക്കുള്ളൂ. സെമിക്കോളത്തിന് തൊട്ടടുത്ത് തന്നെയാണ് എന്ത്? ഡബിൾ കൊട്ടേഷൻ വരുന്നത്. ഡബിൾ കൊട്ടേഷൻ ആണ് ഡ. ക്ലിയർ? ഞാൻ കാണിച്ചു തരാം ചെയ്യുന്നത്. ഷ. ഷ എന്ന് പറയുമ്പോൾ ഷിഫ്റ്റ് 7 അടിക്കുക. ഷിഫ്റ്റ് 7 എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് 7 എന്നുള്ളത് തൊട്ട് മുകളിലായിട്ട് കേട്ടോ. 1 2 3 റോ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്നുണ്ടോ ആ 7 ആണ് പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാം. ഗ എന്നുള്ള അക്ഷരം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഗായാണ് അടിക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എന്താണ്? യു കൊടുത്തു അല്ലെ. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് യു കൊടുത്തു. യു കൊടുത്തപ്പോൾ ഗ വന്നു. അതിനുശേഷം ചന്ദ്രക്കല കൊടുത്തു. ചന്ദ്രക്കലയ്ക്ക് ഡി. നെക്സ്റ്റ് അതിൽ കൂടെ തന്നെ കെ കൊടുക്കുക. അപ്പോൾ ഗ വന്നു. മനസ്സിലായില്ലേ? കാണുന്നില്ലേ? എങ്ങനെയാണ്? ഷിഫ്റ്റ് യു അടിക്കുമ്പോൾ ഗ വന്നു അല്ലെ. ഇത് ചന്ദ്രക്കല കൊടുത്തപ്പോൾ ചന്ദ്രക്കല വന്നു. ഡി അല്ലെ. കെ കൊടുക്കുമ്പോൾ ഗ വന്നു. ക്ലിയർ? അപ്പൊ മനസ്സിലായോ? നെക്സ്റ്റ് ഏത് അക്ഷരമാണ് പഠിക്കേണ്ടത്? ജ അല്ലെ. ജ എന്നുള്ള അക്ഷരം പഠിക്കണം അല്ലെ. അപ്പൊ നോക്കാം. ഷിഫ്റ്റ് ക്ലോസ് ബ്രാക്കറ്റ് കൊടുക്കുക. ക്ലോസ് ബ്രാക്കറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതി വയ്ക്കുക. ഞ പിന്നെ ചന്ദ്രക്കല കൊടുക്കുക. ജ. ജ എന്ന് പറയുമ്പോൾ ലാസ്റ്റത്തെ അക്ഷരം ച എന്നല്ലേ പറയാ. അപ്പൊ ചായയും കൂടി അടിച്ചു കൊടുക്കുക. ചായക്ക് ഏതാണ്? സെമിക്കോളം. അപ്പൊ രണ്ടും കൂടി ചേരുമ്പോഴാണ് ജ എന്ന് വരുന്നത്. അതുപോലെ ഗ എന്നുള്ളത് എന്താ പറയുന്നത്? ഷിഫ്റ്റ് യു അടിക്കുമ്പോൾ ഗ വരും അല്ലെ. ചന്ദ്രക്കല കൊടുക്കുക. ഗ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉച്ചാരണത്തിൽ തന്നെ നിങ്ങൾ പഠിക്കാം. ഗ എന്ന് പറയുമ്പോൾ ങ ചന്ദ്രക്കല കെ. കെ അടിക്കുമ്പോൾ ക അല്ലെ. കായാണ് വരേണ്ടത് ലാസ്റ്റ്. നെക്സ്റ്റ് ജ. ഇപ്പൊ മനസ്സിലായല്ലോ? ഷിഫ്റ്റ് ക്ലോസ് ബ്രാക്കറ്റ് ഞ, ചന്ദ്രക്കല ചായയും കൂടി. ചായ ഏതാണ്? സെമിക്കോളം. ക്ലിയർ ആയോ? ഇനി അടുത്ത വേർഡ് പറഞ്ഞുതരാം. ണ്ട. അടുത്ത വേർഡ് ഏതാണ്? ണ്ട. ഷിഫ്റ്റ് സി ആണ് ണ അല്ലെ. ണ പിന്നെ ചന്ദ്രക്കല കൊടുത്തിട്ട് ണ്ട എന്ന് പറയുമ്പോൾ ലാസ്റ്റത്തെ ഉച്ചാരണം നോക്കുക. ഡായും കൂടി അടിക്കുക. ഡായ്ക്ക് ഏതാണ്? ഡബിൾ കൊട്ടേഷൻ. ക്ലിയർ? ഷിഫ്റ്റ് സി എന്ന് പറഞ്ഞാല് ണ, ചന്ദ്രക്കലയ്ക്ക് ഡി ആണ്. ണ്ട എന്ന് പറയുമ്പോൾ ഡ എങ്ങനെ വരണേ? ഡായും കൂടി കൂട്ടിച്ചേർക്കണം അല്ലെ. ഡാ ഏതാണ്? ഡബിൾ കൊട്ടേഷൻ. കണ്ടോ? ഇങ്ങനെ വരണം. ക്ലിയർ? ഇനി അടുത്ത വേർഡ് ഏതാന്ന് നോക്കുക. ഷ അല്ലെ. ഷ വളരെ എളുപ്പമാണ്. ഷ എന്ന് പറയുമ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് കീബോർഡിന്റെ തൊട്ട് മുകളിൽ കേട്ടോ. നമ്മൾ ASW അങ്ങനെ ASD FG അടിക്കില്ലേ നമ്മുടെ ആൽഫയില്, അതിന്റെ തൊട്ട് മുകളിൽ കേട്ടോ. ആൽഫയുടെ തൊട്ട് മുകളിൽ ഷിഫ്റ്റ് 7 ഉണ്ടാവും. അല്ലെങ്കിൽ ചില കുട്ടികൾ റൈറ്റിലെ 7 അടിക്കും. റൈറ്റിലെ 7 അല്ല, എന്താണ് നമ്മുടെ ആൽഫ ടൈപ്പ് ചെയ്യുന്ന അതിന്റെ തൊട്ട് മുകളിലായിട്ട് ഷിഫ്റ്റ് 7 ഉണ്ട്. 7ന്റെ ആ കട്ടയുടെ മുകളിൽ തന്നെ എന്ത് ആൻഡ് ഉണ്ട് കേട്ടോ. ഷിഫ്റ്റ് 7 ആണ് കേട്ടോ. വളരെ എളുപ്പമാണ് കേട്ടോ. ചില കുട്ടികൾ ചെയ്യുന്ന കാണാം. കായും ഷായും അടിക്കും. കെ അടിക്കും, ചന്ദ്രകല കൊടുക്കും, പിന്നെ ഷിഫ്റ്റ് ഇത് അടിക്കും അല്ലെ. ഷിഫ്റ്റ് ഏതാണ് കേട്ടോ. ഇങ്ങനെ അടിക്കുമ്പോൾ വരും. ഗ്രേറ്റർ ദെൻ കൊടുത്താലും വരും അല്ലെ. ഗ്രേറ്റർ ദെൻ ഇതാണ് ഷ. അപ്പോൾ അങ്ങനെ വേണ്ട. ഷിഫ്റ്റ് 7 അടിച്ചു കഴിഞ്ഞാൽ ഷ വന്നു. ക്ലിയർ? നെക്സ്റ്റ് ഏതാണ്? ഡേ അല്ലെ. ഡേ എന്നുള്ള വാക്ക് പറഞ്ഞു തരുമ്പോൾ ഡേ കേട്ടോ. നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഡേ എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ്. കമന്റിലൊക്കെ വേഗം ഇങ്ങനെ അറിയുന്നുണ്ട്, ഇങ്ങനെ എന്തെന്നാണ് ഡേ, എന്താ ചെയ്യുക, അങ്ങനെ ചെയ്യണം ചോദിച്ചിട്ട്. ഡേ എന്ന അക്ഷരം അടിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണം അല്ലെ. ഡേ എന്ന അക്ഷരമാണ് ഇനി അടുത്ത് അടിക്കാൻ പോകുന്നത്. അപ്പൊ വി കൊടുക്കുമ്പോൾ നാ വന്നു അല്ലെ. പിന്നെ ചന്ദ്രകല കൊടുത്തു. ക്ലോസ് ബ്രാക്കറ്റ് കൊടുത്തപ്പോൾ, ക്ലോസ് ബ്രാക്കറ്റ് മീൻസ് എന്താണ്? ഗണത്തിന്റെ ഒരു ക്ലോസ് ബ്രാക്കറ്റ് ഉണ്ട് അല്ലെ. സ്ക്വയർ ക്ലോസ് ബ്രാക്കറ്റ് എൻ കൊടുത്തു. അത് കഴിഞ്ഞ് ഷിഫ്റ്റ് ജെ കൊടുക്കാം. അപ്പോൾ റാ വന്നു. സെറ്റ് കൊടുക്കും. സെറ്റ് കൊടുക്കുമ്പോൾ ജെ വന്നു കേട്ടോ. ഓക്കെ,
വി ചന്ദ്രകല ക്ലോസ് ബ്രാക്കറ്റ് എൻ അടിച്ചു, ഷിഫ്റ്റ് ജെ അടിക്കുമ്പോൾ ഇതേ താഴത്തു റ വന്നു, സെഡ് അടിക്കുമ്പോൾ ഇതേ എന്ന് വന്നു കേട്ടോ. അപ്പൊ ഇത്രയ്ക്കുള്ളൂ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡുകളാണ്. നന്നായിട്ട് ഇരുന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കുക. ഏതില്? നിങ്ങളുടെ നോട്ട് ബുക്ക് എടുത്തിട്ട് നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ബുക്ക് എടുക്കുക. ഷിഫ്റ്റ് യു ചന്ദ്രകല കെ. ഓക്കെ, നെക്സ്റ്റ് ഷിഫ്റ്റ് ക്ലോസ് ബ്രാക്കറ്റ് ഡി ചന്ദ്രകല, പിന്നെ എന്ത് ചെയ്യണം, സെമിക്കോളൻ ജ. നെക്സ്റ്റ് ഷിഫ്റ്റ് സി ചന്ദ്രകല ഡബിൾ കൊട്ടേഷൻ ഡ. ഓക്കെ, ഡബിൾ കൊട്ടേഷൻ ഡായാണ് കേട്ടോ. അപ്പൊ രണ്ടും കൂടി ചേരുമ്പോൾ ഡ വരും അല്ലെ. നെക്സ്റ്റ് ക്ഷ, ഷിഫ്റ്റ് 7 അടിക്കുമ്പോഴാണ് എന്ത് വരുന്നത്, ക്ഷ വരുന്നത്. അപ്പൊ ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കുക കേട്ടോ. ഓക്കെ.